ഈ ഒരു സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ പടവളങ്ങയാണ്. നാട്ടിൽ മാത്രം കിട്ടാറുള്ള നമ്മളുടെ പടവളങ്ങ ഈ ഒരു ഞായറാഴ്ച ചേട്ടന് മണ്ടിയിൽ പോയപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഈ മോൾ ഭാഗത്ത് ഇങ്ങനെ വെള്ള കളറ് അതില്ല കേട്ടോ, ഇവിടെ പച്ചയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ല എന്താ പറയുക, പച്ചിച്ചിരിപ്പുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പടവളങ്ങയും കൊഞ്ചും കൂടി ഒരു തീയൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ ഇത് മോളൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പടവളങ്ങയും കൊഞ്ചും മത്തങ്ങയും കൊഞ്ചും ഒക്കെ ഇട്ട് നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കാറുണ്ട്. എങ്കിൽ തന്നെയും എനിക്കിത് കിട്ടിയ സന്തോഷത്തിന് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് വലിയ എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള മറ്റ് അഡീഷണൽ മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. എങ്കിൽ തന്നെ എന്താ നമ്മൾ പടവളങ്ങ കിട്ടിയൊരു സന്തോഷത്തിൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തത്. നല്ല ഫ്രഷ് കൊഞ്ചുമാണ്. കൊഞ്ചിന് അല്പം വലുപ്പമുണ്ട്. 600 രൂപയാണ് ഇവിടെ കൊഞ്ചിൻ്റെ വില. നാട്ടിൽ എത്രയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നാട്ടിലും ആ വിലയൊക്കെ ആയിരിക്കില്ലേ, മീനൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ എനിക്ക് ഇവിടെ മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പടവളങ്ങയൊക്കെ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുത്തോളൂ. ഞാൻ ഈ ഒരു നീളത്തിൽ അരിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഇടണമെന്ന് തോന്നി അങ്ങനെ ഇടും. അല്ലെങ്കിൽ ഞാൻ സ്ക്വയറായിട്ട് ചിലപ്പോൾ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയൊരു സന്തോഷം. ഞാൻ ആദ്യം വിചാരിച്ചു തോരൻ ഉണ്ടാക്കാം, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാലും അതൊക്കെ തോരനൊക്കെ എപ്പോഴും കഴിക്കുന്ന കൊഞ്ചിൻ്റെ അകത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് ഇന്ന് കൊഞ്ചുമായിട്ട് തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 സവാള, ഒരു 3 തക്കാളിയും, പിന്നെ 3-4 പച്ചമുളകും, പിന്നെ നമ്മൾ അരമുറി പടവളങ്ങ എടുത്തിട്ടുള്ള അരമുറി ഞാനങ്ങ് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഫ്രഷ് കൊഞ്ച് നല്ല വൃത്തിയാക്കി അവർ തരുന്നത് കേട്ടോ. പക്ഷേ വൃത്തിയാക്കിയിട്ടാണ് എങ്കിൽ അതിന് നടുക്കളത്തെ ഒരു എന്താ പറയുക, ഒരു കറുത്തൊരു നാര് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അതൊന്ന് നമ്മളങ്ങ് എടുത്ത് കളയണം. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ ഉണ്ടാവും. ഈ സംഭവം വയറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഇത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ തന്നെ ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അത് കാണുമ്പോൾ ഒരു ഇതായിട്ട് തോന്നും, പക്ഷേ അത് നമുക്ക് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് മാക്സിമം അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്യാനേ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട്, ഇതിപ്പം വലുപ്പമുള്ളത് കാരണം എനിക്കിത് നല്ലതായിട്ട് ഫ്രഷായിട്ട്, അതായത് വൃത്തിയാക്കി നല്ല ക്ലീൻ ചെയ്താണ് അവർ തന്നിരുന്നത്. എങ്കിൽ തന്നെ ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്ര വലുപ്പം ഉണ്ടായിരുന്നു. ഇതൊരു 3-4 എണ്ണം ഞാനൊന്ന് മാറ്റി വറക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മുടെ മീൻ ഉണ്ടാക്കുന്ന ചട്ടി തന്നെ ശരണം, വേറെ ചട്ടിയൊന്നുമില്ല. ചട്ടിയുടെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നാട്ടിൽ ഇപ്പോൾ പോയപ്പോൾ കൊണ്ടുവന്നതാണേ. അപ്പോൾ ഇതാ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കറിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളെ സവാളയും പടവളങ്ങയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വാടി വന്നോട്ടെ. പിന്നെ ഞാൻ തേങ്ങ വറുക്കുന്നതൊന്നും കാണിക്കുന്നില്ല. സാധാരണ എല്ലാവർക്കും തേങ്ങ വറുക്കാനൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും കാണിക്കുന്നില്ല. അതിനകത്ത് ചേർത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ നമ്മളുടെ പെരുംജീരകം ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമ്മളുടെ തേങ്ങ ജസ്റ്റ് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ആ വാട്ടിയതിൻ്റെ അകത്തേക്ക് അതിലേക്ക് കൊഞ്ചും കൂടി ഇട്ടുകൊണ്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ എണ്ണയിൽ കിടന്ന്, അത് ഞാൻ പറഞ്ഞില്ലേ വറക്കാൻ ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് ആദ്യം എണ്ണയിൽ കിടന്നൊന്ന് വാടട്ടെ. ആവശ്യമുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ അല്പം കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അവിടെ വെക്കുന്നത്. അപ്പം വറക്കാനായിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മളെ ആ വറുത്ത് അരച്ചെടുത്ത ആ ഒരു അരപ്പില്ലേ, അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വറക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ വറുത്തരയ്ക്കാൻ എടുക്കത്തില്ല, ആ ഒരു അരപ്പൊന്ന് പുരട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വറക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരപ്പ് ഞാൻ കാണിച്ചു തരാം. നല്ല എണ്ണ വരുന്ന പരുവത്തിൽ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കലക്കി ഒഴിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. സംഭവം സെറ്റ്. നല്ല അടിപൊളി കിടുക്കാച്ചി തീയലുണ്ടാക്കിയെടുക്കാം. തീയലുണ്ടാകുമ്പോൾ പിന്നെ ഞാൻ അടുത്ത ദിവസം വിചാരിക്കും അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം വേണമെന്ന് വെച്ചാൽ, തീയലുണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവം അപ്പം, ഇടിയപ്പം ഒക്കെയാണല്ലേ. അല്ലെങ്കിൽ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ ഇട്ടിട്ടില്ല, അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും കേട്ടോ. റവ വെച്ചുള്ള അപ്പം ഉണ്ടാക്കാം. നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാവുന്നിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി ഇതിൽ ചേർത്തിട്ടില്ല, തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. 3 തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീയിലൊക്കെ ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇത്രയേ ഉള്ളൂ സംഭവം.
ദാ തിളയൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പടവളങ്ങ കൊഞ്ച് തീയലിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കറി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങ് ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.